ചോറിത്രയല്ലോ. തികഞ്ഞില്ലേ? ആ സമയത്ത് അവരെടുത്ത് വന്നു കയറിയെന്നൊരു വിചാരമില്ല. നമുക്കില്ലെങ്കിലും സാരമില്ല. ഏട്ടൻ വരുമ്പോ ഊണ് എടുക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത്തിരി അരിയിടാം. കൊണ്ടോയ്ക്കോ. കേസ് കിട്ടിയില്ലെങ്കിലും ദിവസം 2 ജാമ്യ കേസ് കിട്ടിയ കുറഞ്ഞത് 200 റുപ്യ വീഴും. പോരെ? പോരാ, വെറും 200 റുപ്യക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ 2 കാളയെ പൊട്ടിയാൽ മതി. രാമൻകുട്ടി മേനനെ പോലെ നല്ലൊരു വക്കീലാവണം. അമ്പികേ കേക്കടി, രാമൻകുട്ടി മേനന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസില്ല. എന്റെ അമ്മേ, 3000? ആ കളിക്കണ കളിയാ. കുറച്ച് ചോറിട്ട്. ഞാൻ എണീക്കണു, എന്റെ കൈ ഉണങ്ങി. എണീറ്റു. ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം. എനിക്ക് ഇവിടെ വന്ന വിശപ്പ് കൂടുതലാ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം തനിയൊരു ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് 2ാം മന്തി തുടങ്ങിയിട്ടും ദിവാരായിട്ടിരുന്ന് തട്ട് തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോൽ ഉരിഞ്ഞു പോയി. ഒന്നും മിണ്ടാതിരിക്കടി. കുഞ്ഞമ്മായി, അന്ന് നമ്മളൊരു പേരിട്ടില്ലേ, തീറ്റുറപ്പായി. അതിനിത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? ഓടി അവിടുന്ന്. വയസ്സിന് മൂത്താരുടെ കളി പറയണേ. പിള്ളേരുടെ മുഖം കഴിയിക്കേ. വാ. മതി തിന്നത്. ഏയ്, അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി. അതിന് നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും.